ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത യൂണിറ്റിലേക്ക് പോവാം. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് ആണ്. നമ്മുടെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഓർഗനൈസിംഗ് എന്താ നമ്മൾ നേരത്തെ ഫംഗ്ഷൻസ് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസിന്റെ ഒരു സിങ്ക്രണൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസിംഗിനകത്ത് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓരോ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ തമ്മിൽ, പീപ്പിളിനെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓർഗനൈസിങ്ങിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഗനൈസിങ്ങിന്റെ മീനിങ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പ് പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസിങ്ങിനും ഒരു സ്റ്റെപ്പ് ഉണ്ട്, കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, ചിലപ്പോൾ ചോദിച്ചാലോ. ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അതായത് എന്ത് ചെയ്യുക, നമ്മുടെ വർക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക, ഏതൊക്കെ വർക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിനെന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വർക്കിനെയും ഓരോ ആക്ടിവിറ്റീനെയും നമ്മൾ ഇങ്ങനെ ഒരേപോലുള്ളതിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ആക്കിയിട്ട് മാറ്റുക. അതാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അസൈൻമെന്റ് ഓഫ് ദ ടാസ്ക് ആണ്. ഡിപ്പാർട്ട്മെന്റ് ആക്കി കഴിഞ്ഞാൽ ടാസ്കുകൾ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യുക, ആരോട് റിപ്പോർട്ട് ചെയ്യണം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷണൽ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് റിസോഴ്സസ് ടു ദ മെമ്പേഴ്സിന് ആ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണി, മെറ്റീരിയൽസ് ആൻഡ് മെഷീൻസ് പോലെയുള്ള പ്രൊവിഷൻസ് അവർക്ക്, റിസോഴ്സസ് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതേപോലെ എന്ത് ചെയ്യുക, ആക്ടിവിറ്റീസ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കൊണ്ടുവരിക. അതായത് നമ്മുടെ ഒരു ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക്കൽ മാനറിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എഫേർട്ടുകളെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് കേട്ടോ. മേ ബി ചോദിക്കാം, അത്ര ചാൻസ് ഇല്ല, ഞാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ പറയരുത് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിങ്ങിനെ കുറിച്ച് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഒന്നാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ ആണ്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ഡ്യൂട്ടീസും അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷനകത്ത് പറയുന്നത്. പിന്നീട് പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ നമുക്ക് കൂടി ചേർന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അതായത് നമ്മുടെ വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്കായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. അതിനകത്ത് പറയുന്നത് ഒരാൾക്ക് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ പറയുന്നത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസുകളിൽ മാത്രം എന്ത് ചെയ്യുക, മാനേജ്മെന്റ് ഇൻവോൾവ് ചെയ്യുക, അല്ലാത്ത റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്സെപ്ഷനകത്ത് പറയുന്നത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. അതായത് എല്ലാവരുടെയും ഗോളുകൾ അച്ചീവ് ചെയ്ത് വരേണ്ടത് നമ്മുടെ കോമൺ ഗോളിലേക്ക് ആയിരിക്കണം. പിന്നെ സ്കാലാർ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അതായത് ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കണം ആരോടാണ് ആൻസറബിൾ ആയിട്ടുള്ളത്, ആരുടെ സുപ്പീരിയർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. പിന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതെന്താ വെച്ചാൽ ഓരോരുത്തർക്കും നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം, അതോറിറ്റി നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഓർഗനൈസിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് നമ്മുടെ 6th യൂണിറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയണത് ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനകത്ത് വേരിയസ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരുടെ അടുത്തൊക്കെയാണ് കൂടുതലായിട്ട് അധികാരം വരുന്നത്, അവരുടെ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്, നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള വേരിയസ് ആയിട്ടുള്ള പൊസിഷൻസ് തമ്മിലുള്ള അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിനെ കുറിച്ച് കാണിക്കുന്നതാണ് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നമുക്ക് വേരിയസ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് എസ് എ ആയിട്ടോ ഷോർട്ട് എസ് എ ആയിട്ടോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 5 തരത്തിലുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറുകളാണ് വരുന്നത്. ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, ഫങ്ഷണൽ ഉണ്ട്, ഹെറാർക്കിക്കൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. അപ്പൊ അതിൽ
ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പോലെ, അതായത് ഒരു ഓർഗനൈസേഷനകത്ത് എങ്ങനെയാണ് അധികാരം അതോറിറ്റി പോകുന്നുണ്ടാവുക, ഏറ്റവും ടോപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും ലോവറിലേക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു അതോറിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറുകളെയാണ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ലൈൻ ഓഫ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത് വെർട്ടിക്കലി ആയിരിക്കും, ഫ്രം ടോപ്പ് മോസ്റ്റ് എക്സിക്യൂട്ടീവ് ടു ലോവസ്റ്റ് സബോർഡിനേറ്റ്. ഏറ്റവും മുകളിലുള്ള എക്സിക്യൂട്ടീവിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റിലേക്ക് അതോറിറ്റി ഫ്ലോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മെറിറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സ്പെഷ്യലിസ്റ്റും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ തീരുമാനം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ഇതിനെ മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് നമുക്ക് കാണാൻ പറ്റും. എക്കണോമിക്കൽ ആണ് എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ നമുക്ക് അവിടെ അനുഭവപ്പെടാം. പിന്നെ അതായത് നമ്മൾ പറഞ്ഞു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ അവിടെ ഇല്ല. അതേപോലെ ലാർജ് ആയിട്ടുള്ള എന്റർപ്രൈസുകൾക്ക് ഇതൊരിക്കലും എന്തല്ല, സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് ലൈൻ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആളിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് അതോറിറ്റി ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തേതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആ പേര് പോലെ തന്നെ ലൈൻ ഓഫീസേഴ്സും ഉണ്ടായിരിക്കും, സ്റ്റാഫ് ഓഫീസേഴ്സും ഉണ്ടായിരിക്കും. അതിൽ ലൈൻ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ അവരായിരിക്കും മെയിൻ ആൾക്കാർ എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും കൊടുക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ സ്റ്റാഫ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഒരു സപ്പോർട്ട് ഹാൻഡ് ആയിരിക്കും നമ്മുടെ സ്റ്റാഫ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലൈൻ ഓഫീസേഴ്സ് ആയിരിക്കും മെയിൻ ആൾക്കാർ എന്ന് പറയുന്നത്. അവര് ഡിസിഷൻസ് എടുക്കും, പക്ഷെ അവരെ അഡ്വൈസ് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ മാത്രമേ ആർക്ക് വരുന്നുള്ളൂ, നമ്മുടെ സ്റ്റാഫ് ഓഫീസേഴ്സിന് വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ടാൾക്കാരുണ്ട്, ലൈൻ ഓഫീസറും ഉണ്ട്, സ്റ്റാഫ് ഓഫീസറും ഉണ്ട്. അപ്പൊ ലൈൻ ഓഫീസർക്ക് എല്ലാത്തിനെ കുറിച്ചിട്ടും വിവരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ ഒരു എക്സ്പെർട്ടായിട്ട് ആയിട്ടുള്ള ഒരു സർവേ, ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് അവർക്ക് കിട്ടും. അതേപോലെ തന്നെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും, എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതിന്റെ ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ ഓഫീസറും സ്റ്റാഫ് ഓഫീസറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റാഫ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാത്തിനും ഗൈഡൻസ് കൊടുക്കണമെന്നേ ഉള്ളൂ, പക്ഷെ ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ അയാളെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസിൽ പ്രശ്നം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരു ലൈൻ ഓഫീസറും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു സ്റ്റാഫ് ഓഫീസറും ഉണ്ടായിരിക്കും. അടുത്തത് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക. അവിടെ നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR അങ്ങനെ നമ്മൾ തിരിക്കണില്ലേ, അതാണ് ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും ഓരോന്ന് പെർഫോം ചെയ്യുന്ന ഫംഗ്ഷന്റെ ബേസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ ഫങ്ഷണൽ ഹെഡുകളെ നമ്മൾ എന്ത് ചെയ്യും, അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR അതുപോലെ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. അതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഹെറാർക്കിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹെറാർക്കിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. അതായത് ഏറ്റവും മുകളിൽ, ഇപ്പൊ നമ്മൾ ലൈൻ പറഞ്ഞ പോലെ തന്നെയാണ് ഹെറാർക്കിക്കലും, ഒന്ന് പഠിച്ചാൽ മതി, അപ്പൊ രണ്ടാമത്തെ എഴുതാൻ പറ്റും. അതായത് ഏറ്റവും ടോപ്പിൽ ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും, അവർ പറയുന്ന കാര്യങ്ങൾ താഴെ തട്ടിലേക്ക് വന്നിട്ട് അത് ചെയ്യുക. അപ്പൊ അവരൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അത് താഴത്തേക്ക് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെയാണ് ഹെറാർക്കിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കും വെർട്ടിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്ത്. അതിനകത്തും ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് മാനേജർ ഉണ്ടായിരിക്കും, അവരായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക. എന്നിട്ട് അത് എന്ത് ചെയ്യും, മിഡിൽ മാനേജേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുക. അതിനെയാണ് വെർട്ടിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറുകൾ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഹെറാർക്കിക്കല്, വെർട്ടിക്കല്, ലൈൻ ആൻഡ് സ്റ്റാഫ്, അതേപോലെ തന്നെ ഫങ്ഷണൽ. ഇതൊക്കെ നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറുകളാണ്.
പിന്നെ നമുക്ക് അവിടെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓർഗനൈസേഷൻ ചാർട്ടാണ്. ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡയഗ്രമാറ്റിക്കൽ ഫോം ആണ്. നമ്മുടെ ഓർഗനൈസേഷനകത്ത് നടക്കുന്ന മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അതേപോലെ ചാനൽ ഓഫ് ഫോർമൽ അതോറിറ്റിനെ കുറിച്ചിട്ടും ഒക്കെ എല്ലാത്തിനെ കുറിച്ചിട്ടും കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക്കൽ ഫോം ഓഫ് വിഷ്വൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ഹെറാർക്കിക്കൽ ചാർട്ട് ഉണ്ട്. ഹെറാർക്കിക്കൽ ചാർട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ചാർട്ടാണ്, അതിന്റെ ടൈപ്പ് ആണ് കേട്ടോ. ഏറ്റവും കോമൺ ആയിട്ടുള്ള ചാർട്ടാണ് ഹെറാർക്കിക്കൽ ചാർട്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു ടോപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഷോ ചെയ്യുന്നുണ്ടാവുക. അതായത് ഏറ്റവും മുകളിൽ നമ്മുടെ സിഇഒ ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജേഴ്സ് ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ, ടോപ്പ് ഡൗൺ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതാണ് നമ്മുടെ ഹെറാർക്കിക്കൽ ചാർട്ട് എന്ന് പറയുന്നത്. മാട്രിക്സ് ചാർട്ട് ആണ് അടുത്തത് വരുന്നത്. മെട്രിക്സ് ചാർട്ട് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരാൾ തന്നെ ഒരുപാട് മാനേജേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും മെട്രിക് ചാർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. സർക്കുലർ ചാർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ സർക്കിൾസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പൊ അതിൽ ഏറ്റവും ഉള്ളിലുള്ള സർക്കിളിനകത്ത് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യും. പിന്നെ നമ്മൾ ഓരോന്നിലും ലോവർ അങ്ങനെ കാണിക്കും. അതിനെയാണ് സർക്കുലർ ചാർട്ട് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ചാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാഫും എക്സിക്യൂട്ടീവ്സും തമ്മിൽ വളരെ കുറച്ച് ലെവൽസ് മാത്രം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്ലാറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. ഡിവിഷണൽ ചാർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തരുടെയും ഫംഗ്ഷൻസ് കാണിച്ചുകൊണ്ട് ഒരാൾ തന്നെ മൾട്ടിപ്പിൾ മാനേജേഴ്സിനോട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിവിഷൻസ് ഉണ്ടാവുന്ന സമയത്തൊക്കെ ഓരോ ഡിവിഷനും സെപ്പറേറ്റ്ലി ഓട്ടോണമസ്ലി ഫംഗ്ഷൻ ചെയ്യുന്ന ആ ഒരു തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയിരിക്കും ഈ ഒരു ഡിവിഷണൽ ചാർട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ വേരിയസ് ആയിട്ട് വരുന്ന ഓർഗനൈസേഷൻ ചാർട്ടുകൾ എന്ന് പറയുന്നത്. അതേപോലെ അടുത്തതാണ് ഓർഗനൈസേഷൻ മാനുവൽസ് എന്ന് പറയുന്നത്. ഈ ഓർഗനൈസേഷൻ മാനുവൽ എന്ന് പറയുമ്പോഴേ ഇപ്പൊ നമ്മളൊരു മിക്സി വാങ്ങുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൈൻഡർ വാങ്ങുകയാണ്, നമുക്ക് എന്ത് സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാനുവൽ ഉണ്ടായിരിക്കും. ആ മാനുവലിനകത്ത് എന്താവും പറയുന്നുണ്ടാവുക, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു മാനുവൽ എല്ലാ ഓർഗനൈസേഷനകത്തും ഉണ്ടായിരിക്കും. എല്ലാ സാധനങ്ങളുടെ കൂടെ നമുക്ക് കിട്ടും. അതേപോലെ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടും അതോറിറ്റിനെ കുറിച്ചിട്ടും റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചിട്ടും ഓരോ വേരിയസ് ആയിട്ട് അതിനകത്ത് നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള പൊസിഷൻസിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന ഒരു അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സ്മാൾ ബുക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ മാനുവൽ എന്ന് പറയുമ്പോൾ. മാനുവൽ എന്താ നമുക്കറിയാം, ഇത് ഓർഗനൈസേഷൻ മാനുവൽ ആണ്. അപ്പോൾ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടും അതോറിറ്റിനെ കുറിച്ചിട്ടും റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു സ്മോൾ ബുക്കിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ മാനുവൽസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഓരോരുത്തരെ കുറിച്ചിട്ടും ഓരോ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്താണ് അതോറിറ്റി എന്നുള്ളതാണ്. അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരാൾക്ക്, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ആ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് ഒരാളോട് നമുക്ക് ഓർഡർ കൊടുക്കാനുള്ള നമ്മുടെ ഒരു പവർ, അതിൽ റൈറ്റ്, അതിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. എന്നാൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു കാര്യം പെർഫോം ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ, അത് ചെയ്യാനുള്ള കടമ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റി എന്ന് പറയുന്നത് അതാണ്. പിന്നീട് വരുന്നത് ഡെലിഗേഷൻ ആണ്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള അതോറിറ്റിയും പവേഴ്സ് ഒക്കെ നമ്മൾ സബോർഡിനേറ്റ്സിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിനാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. നമുക്ക് റെസ്പോൺസിബിലിറ്റീസും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ റെസ്പോൺസിബിലിറ്റീസിനെ നമുക്ക് ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതോറിറ്റീസിനെയും പവേഴ്സിനെയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പവറിനെയും അതേപോലെ തന്നെ പവേഴ്സിനെയും അതോറിറ്റിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, സബോർഡിനേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ്, വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം അത് അവർക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു റൈറ്റ്സും അതേപോലെ അതോറിറ്റീസും പവേഴ്സും നമ്മൾ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡെലിഗേഷന്റെ പ്രിൻസിപ്പിൾസ് മേ ബി ചോദിക്കാം. ഒന്നാമത്തത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഡെലിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഡ്യൂട്ടീസ് ആയിക്കോട്ടെ റെസ്പോൺസിബിലിറ്റീസ് ആയിക്കോട്ടെ നമ്മൾ സബോർഡിനേറ്റ്സിന്റെ അകത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിമിറ്റ്സ് ഓഫ് അതോറിറ്റി ആണ് അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ
ഇവിടെ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അതോറിറ്റി ലെവൽ പ്രിൻസിപ്പിൾ ആണ്, അതായത് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തരും അവർക്ക് എന്ത് ഡ്യൂട്ടിയാണോ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഡ്യൂട്ടി മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതോറിറ്റി ലെവൽ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമുക്ക് ഡെലിഗേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇനി ഡെലിഗേഷന്റെ സ്റ്റെപ്പ് പറയുന്നുണ്ട്. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് റിസൾട്ട് എക്സ്പെക്റ്റഡ് ആണ്. എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അതേപോലെ തന്നെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. പിന്നെ അതോറിറ്റീസ് ഗ്രാന്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒരു റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡെലിഗേഷന്റെ വേരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സബോർഡിനേറ്റ്സിലേക്ക് നമ്മുടെ അതോറിറ്റി നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനാണ് ഡെലിഗേഷൻ എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഡീസെൻട്രലൈസേഷൻ ആണ്. അപ്പൊ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഡ്യൂട്ടീസും അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റീസ് ഒക്കെ മിഡിൽ ലെവൽ മാനേജേഴ്സിലേക്കും ലോവർ ലെവൽ മാനേജേഴ്സിലേക്കും എന്ത് ചെയ്യുക, അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ, പറയുന്നതൊക്കെ ക്ലിയർ ആണല്ലോ അല്ലെ, ഓക്കെ അല്ലേ പറയണത്? ഓക്കെ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, നമ്മുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റീസും അതേപോലെ ഡെയിലി ഓപ്പറേഷൻസ് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും പറയുന്നുണ്ട്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ചാർട്ടിന്റെ ബേസിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൊസിഷൻസും അതോറിറ്റിയും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ, ഇപ്പൊ നമ്മുടെ ഒരു ഓർഗനൈസേഷനകത്ത് തന്നെ നമ്മളൊരു നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ഗ്യാതറിങ്സിനൊക്കെ വേണ്ടിയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മുടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫോർമൽ ഓർഗനൈസേഷനും ഉണ്ട്, ഇൻഫോർമൽ ഓർഗനൈസേഷനും ഉണ്ട്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഫോർമൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ചാർട്ടിന്റെ ബേസിൽ വന്നിട്ടുള്ളതായിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സോഷ്യൽ ഗ്യാതറിങ്സിന്റെ ബേസിൽ വരുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് അവിടെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് സ്പാൻ ഓഫ് കൺട്രോൾ എന്താന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സുപ്പീരിയറുടെ അണ്ടറിൽ അവർക്ക് വളരെ കൃത്യമായിട്ട് നോക്കാൻ കഴിയുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്, അതിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് വിച്ച് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ് ബൈ എ സുപ്പീരിയർ. ഒരു സുപ്പീരിയർക്ക് എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് എംപ്ലോയീസിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ സ്പാൻ ഓഫ് കൺട്രോളിന്റെ ആ ഒരു സ്പാനിന്, അതായത് എത്ര ആളുകൾ വേണം, ചിലർക്ക് 10 ആളെ നോക്കാൻ പറ്റും, ചിലർക്ക് 20 ആളെ നോക്കാൻ പറ്റും. അപ്പൊ അത് അവരുടെ ഒരു കൺട്രോളിനനുസരിച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അത് എത്രത്തോളം പറ്റും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ വർക്കിന്റെ നാച്ചുറിനനുസരിച്ചിട്ട് ഈ സ്പാനിൽ മാറ്റം വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരും, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സ്കില്ലിന്റെയും എബിലിറ്റിയുടെയും ബേസിൽ മാറ്റങ്ങൾ വരും, ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ സ്പാന് തീരുമാനിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു ഓർഗനൈസിങ്ങിന് ആ ഒരു ചാപ്റ്ററിനകത്ത് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതിൽ പറയണത്രേ ഉള്ളൂ, അതായത് നമ്മള് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാം. നമ്മുടെ ഓർഗനൈസേഷന് ഇപ്പോൾ ഓർഗനൈസേഷനകത്ത് സ്പാൻ ഓഫ് കൺട്രോൾ ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു കാര്യം അതാണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ എല്ലാവരെയും കൂടെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, എല്ലാവരും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അല്ലെങ്കിൽ ഒരു നമ്മൾ എത്ര ആൾക്കാരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്.